ഓപ്പണിങ്ങിൽ ഗില്ലിനേക്കാൾ അപകടകാരി സഞ്ജു സാംസൺ തന്നെയാണ്. സഞ്ജുവിന് അവസരം നൽകണം, മധ്യനിരയിലേക്ക് മാറ്റരുത്. സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനും കമന്റേറ്ററുമായ രവി ശാസ്ത്രി. ഏഷ്യാകപ്പ് സെപ്റ്റംബർ 9 ആരംഭിക്കാനിരിക്കെയാണ് ഇന്ത്യൻ ടീമിന് രവി ശാസ്ത്രിയുടെ ഉപദേശം. സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിയ രവി ശാസ്ത്രി മലയാളി താരത്തിന് ഒറ്റയ്ക്ക് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കഴിവുണ്ടെന്നും വ്യക്തമാക്കി. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ T20 ടീമിൽ തിരിച്ചെത്തിയതിനാൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം അനിവാര്യമായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശാസ്ത്രിയുടെ പ്രതികരണം. സ്ഥിരം T20 ഓപ്പണർമാരായ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ സഖ്യത്തെ മാറ്റി ഗിൽ അഭിഷേക് സഖ്യം കളിക്കുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. 6ാം സ്ഥാനത്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജുവിനെ ഇറക്കാമെങ്കിലും ഈ സ്ഥാനത്ത് മാച്ച് ഫിനിഷറായി ജിതേഷ് ശർമ്മ ഉള്ളതിനാൽ പ്ലേയിങ് 11 തെരഞ്ഞെടുപ്പ് പ്രയാസകരമായിരിക്കും. സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റരുതെന്നും ഓപ്പണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് മത്സരങ്ങൾ ജയിപ്പിക്കാൻ കഴിയുമെന്നും ശാസ്ത്രി ഓർമ്മിപ്പിച്ചു. ഓപ്പണിങ്ങിൽ സഞ്ജു ഏറ്റവും അപകടകാരിയാണ്. അവിടെയാണ് അദ്ദേഹത്തിന് മത്സരങ്ങൾ ജയിപ്പിക്കാൻ കഴിയുക. അദ്ദേഹത്തിന് ഇന്നിങ്സ് നല്ല രീതിയിൽ തുടങ്ങാനായാൽ മത്സരങ്ങൾ ജയിപ്പിക്കാൻ കഴിയും. സഞ്ജുവിനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കുന്നതാണ് നല്ലത്, രവി ശാസ്ത്രി വിശദീകരിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ ഓപ്പണറായി ഇറങ്ങിയ മത്സരങ്ങളിലെല്ലാം തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. അനായാസം സഞ്ജു സിക്സുകൾ പറത്തുന്നതിനാണ് തിരുവനന്തപുരം സാക്ഷിയായത്. ലീഗിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ പറത്തിയ സഞ്ജു സാംസൺ റൺവേട്ടയിൽ 4ാം സ്ഥാനവും സ്വന്തമാക്കി. ആകെ 5 ഇന്നിങ്സുകളിൽ മാത്രം ബാറ്റ് ചെയ്താണ് സഞ്ജു ഈ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. സഞ്ജുവിൻ്റെ കരുത്തിൽ പല മത്സരങ്ങളും വിജയിച്ച കൊച്ചി തന്നെയാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ 2ാം സീസണിൽ കിരീടം സ്വന്തമാക്കിയത്. അതേസമയം ശുഭ്മാൻ ഗിൽ T20യിലേക്ക് തിരിച്ചെത്തിയതിനെയും വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം നൽകിയതിനെയും രവി ശാസ്ത്രി പോസിറ്റീവായാണ് കാണുന്നത്. എല്ലാ ഫോർമാറ്റുകളിലും ഗിൽ ക്യാപ്റ്റനാകുന്നതിൽ കുഴപ്പമില്ലെന്നും ശാസ്ത്രി കരുതുന്നു. ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും തിളങ്ങുകയും ടീമുകളിലെല്ലാം സ്ഥിര സാന്നിധ്യമാവുകയും ചെയ്താൽ അദ്ദേഹത്തെ നായകനാക്കുന്നതിൽ നിന്ന് ആർക്ക് തടയാനാകുമെന്ന് രവി ശാസ്ത്രി ചോദിച്ചു. ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി അടുത്തിടെ നിയമിതനായ ഗില്ലിന് BCCI ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻസി സ്ഥാനം നൽകുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ടെസ്റ്റിലും ഏകദിന മത്സരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷമാണ് ഗില്ല് വൈസ് ക്യാപ്റ്റനായി ഏഷ്യാകപ്പിൽ തിരിച്ചെത്തിയത്. 25-കാരനായ ഗിൽ ഇടംകയ്യൻ ബാറ്റർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്തെത്തുമെന്ന് പലരും ഉറപ്പിച്ച മട്ടാണ്. ടെസ്റ്റ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ 5 ടെസ്റ്റുകളിൽ നിന്ന് ഗില്ല് 754 റൺസ് നേടിയിരുന്നു. IPL 2025 ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ഓപ്പണർ റോളിലും ഗില്ല് തിളങ്ങി. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിന് ശേഷം സഞ്ജു T20 ഓപ്പണറായി 3 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. 34.75 ശരാശരിയും 182.89 സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്. ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും T20യിൽ നിന്ന് മാറി നിന്ന സാഹചര്യത്തിലാണ് സഞ്ജു സാംസണെ ഇന്ത്യ ഓപ്പണിംഗിലേക്ക് എത്തിച്ചത്. വെടിക്കെട്ട് ബാറ്ററായ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെ അവസാനം നടന്ന T20 പരമ്പരയിൽ നിരാശപ്പെടുത്തിയിരുന്നു. ഏഷ്യാകപ്പിൽ ശുഭ്മാൻ ഗിൽ ടീമിലെത്തിയതോടെയാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ആശങ്ക ആരംഭിച്ചത്. ഏഷ്യാകപ്പിൽ സഞ്ജുവിന് ഏത് പൊസിഷനിലാണ് കളിക്കാൻ അവസരം ലഭിക്കുക എന്ന് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.